എന്റെ ജീവന്റെ ജീവനായ ഗീതാഞ്ജലിക്ക് വേണ്ടി ആര്യ എഴുതുന്നത്. ഇന്നലെ ഞാൻ തന്ന പൂവിൽ സൗരഭ്യം. ബ്ലൂ എങ്കിൽ ഐ ലവ് യു, റെഡ് എങ്കിൽ ആര്യ. ഏയ് ഗീത സീരിയസ്, നമ്മളും സീരിയസ്. സോ ടുമോറോ മോർണിംഗ് ആര്യക്ക് വാണിംഗ്. ഓക്കേ? 1 2 3. എന്റെ ജീവന്റെ ജീവനായ ഗീതാഞ്ജലിക്ക് വേണ്ടി ആര്യ എഴുതുന്നത്. ഇന്നലെ ഞാൻ തന്ന പൂവിൽ സൗരഭ്യമായി പടർന്നിരുന്നത് എന്റെ പ്രണയമായിരുന്നു. ഇതളുകളുടെ നൈർമല്യം എന്റെ ഹൃദയമായിരുന്നു. പൂവിന്റെ സൗന്ദര്യം എന്റെ പ്രതീക്ഷകളായിരുന്നു. നിന്റെ സ്നേഹിതൻ എന്നെ കുറിച്ച് എന്ത് കരുതും എന്നതിലല്ല, നീ എന്നെ കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് എനിക്ക് മുഖ്യം. ബ്ലൂ എങ്കിൽ ഐ ലവ് യു, റെഡ് എങ്കിൽ ആര്യ. എടോ, തനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ? പിന്നെ പെമ്പിള്ളേരെ കണ്ടല്ലോ ഉടനെ ലവ് ലെറ്റർ കൊടുക്കും. എടാ ചെറുക്ക, ഗീതയ്ക്ക് നീ സ്നേഹം കൊടുക്കുന്നു, പക്ഷേ ഗീത അത് തിരിച്ചു തരുന്നില്ലല്ലോ. എന്താ ശാന്തി, ഇതെന്താ കൊടുക്കൽ വാങ്ങൽ ബിസിനസ്സോ? ഞാൻ ഗീതയ്ക്ക് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയ ബിസിനസ് ഓക്കെ, പക്ഷെ അതെങ്ങനെ പ്രേമമാവും? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സ്നേഹം എങ്ങനെയാ? എക്സ്ക്യൂസ് മീ, സ്നേഹം ഒന്നേ ഉള്ളൂ, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ റോങ്. നെക്സ്റ്റ്. നീ പ്രേമിക്കുന്നൊക്കെ കൊള്ളാം, അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്ന എന്തിനാ? മനസ്സിൽ വെച്ച പോലെ. ഏറ്റവും തോന്നുന്നു. മുന്നോട്ട് പറഞ്ഞേ. നിന്റെ പ്രേമ മനസ്സിൽ വെച്ച പോലെ, അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കണമെന്ന്. അത് പറ്റില്ല മോളെ, കുറച്ചേ ഉള്ളെങ്കിൽ ഉള്ളിൽ വെക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. എന്റെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ കവിയാ. തനിക്കൊരു കാര്യം അറിയൂ, ഐ ആം സോ എക്സ്പ്രസീവ്. എന്ത് കാര്യമായാലും തുറന്നു പറയും. തന്റെ കാര്യം പറയട്ടെ? വേണ്ടത് മോശമായി പോകും. ഓൾറെഡി അജയ് ഗീത ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ ഇഷ്ടപ്പെടുന്നത്? എക്സ്ക്യൂസ് മീ, നിനക്ക് താജ്മഹൽ ഇഷ്ടമാണോ? ഇഷ്ടാ. നിനക്കോ? ഇഷ്ടാ. സോറി, ഇവൾ ഇഷ്ടപ്പെടുന്നോണ്ട് നീ ഇഷ്ടപ്പെട്ടുകൂടാ. അല്ല, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്താ എണീറ്റത്? ഇരിക്ക്. Any more doubts? No. Dear girls, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നേരം കളയാതെ നിങ്ങൾ ആരെങ്കിലും പോയി പ്രേമിക്കേ, പിന്നെ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കേ? ശാന്തി, only for you. എനിക്ക് ഏറ്റവും പ്രിയപ്പെടാത്ത ശാന്തിക്ക് ഞാൻ നിന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്നറിയോ? ആദ്യമായി കണ്ടപ്പോ തന്നെ നിന്നോട് എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായി. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം എത്രമാത്രം ധന്യമായനെ എന്ന് നിന്നെ മാത്രം വെറുക്കുന്ന നിന്റേതല്ലാത്ത ആര്യ. പ്ലീസ് നോ, നാളെ നീ പാർക്കിൽ വരേ വേണ്ട. The laws of thermodynamics. The first law is energy can be changed from one form to another, but it cannot be either created nor destroyed. The second law states that in all energy exchanges, if no energy enters or leaves the system, the potential energy, Geeta, Sir? out. എന്താ എന്താ തന്റെ ഉദ്ദേശം? അതെ, എന്റെ സ്നേഹം നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോന്നൊരു ഡൗട്ട്. അതൊന്നും അറിയാനാ. എന്താ ലവ് ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ല. ചെറുതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ലേ? No. സത്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അതെന്താ, നിന്റെ ലവറിനോട് അല്പം പോലും റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഈ വൺ സൈഡ് ലവ് വളരെ ചീപ്പാണെന്ന് അറിയില്ലേ? നോക്കിയേ, നീ വലിയ സുന്ദരനാ? ഡിസ്റ്റർബൻസ് ആണെന്ന് നിന്നെ പറ്റി ആലോചിക്കുമ്പോ തന്നെ ആലോചിക്കാറുണ്ടെന്നോ? എനിക്ക് തല പെരുക്കുന്നു. നിനക്ക് എന്താ വട്ടുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, ഇല്ലാത്ത പാറ്റ ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാ മോളെ നീ ഉള്ള സ്നേഹമില്ലെന്ന് എന്നോട് കള്ളം പറയുന്നത്? നോക്കൂ, എനിക്ക് നിന്നോടുള്ളത് ഒരൊറ്റ ഫീലിംഗാ. ഐ ഹേറ്റ് യു. നിന്നെ കാണുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. അത് ശരി, അപ്പൊ എന്നെ വെറുക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അത് തന്നെ ഇഷ്ടം. അത് കള്ളമാണെന്ന് നിന്റെ ഈ ഫേസ് കണ്ടതിന് അറിയാമല്ലോ മോളെ. എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞൂടെ നിനക്ക്? ഐ ഹേറ്റ് യു. ബട്ട് ഐ ലവ് യു. യെസ്. ബൈ. ബൈ. നമസ്കാരമുണ്ട്. ഇപ്പൊ നിന്റെ മോഹം കണ്ട ഒരു വാടിയ റോസാപ്പൂ പോലെ ഉണ്ടല്ലോ. സാരമില്ല, നമുക്കൊരു കാപ്പി കുടിച്ചോളയാം. വരുന്നില്ലേ? കാപ്പി കുടിക്കാൻ വന്ന് എന്നെ പ്രേമിച്ചു പോകുന്ന പേടിയുണ്ടോ? ഡിസ്റ്റർബ് ചെയ്യല്ലേ, എന്നെ പ്രേമിക്കണമെന്ന് ആലോചിക്കുക. നീ കണ്ടിന്യൂ ചെയ്തോ. ദേ, ഗീത ചിരിച്ചു. ഇല്ലില്ല, ഞാൻ ചിരിച്ചൊന്നുമില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
നീ ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഓക്കെ, ഞാൻ ചിരിച്ചു. എന്താ അതിനർത്ഥം നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നല്ലേ? ഏയ്, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? തനിക്ക് എന്താ വട്ടാണോ? എന്റെ കഷ്ടകാലത്തിനാ തന്റെ കൂടെ കാപ്പി കുടിക്കാൻ വന്നേ. എന്തിനാ കൺഫ്യൂഷൻ ആക്കുന്നത്? നിനക്ക് എന്നോട് സ്നേഹമില്ല, വെറുപ്പാ. ഓക്കെ, അതെങ്കിലും സിൻസിയർ ആയിട്ട് ചെയ്യണ്ടേ? പിന്നെ ഇടയ്ക്ക് ചിരിക്കുന്ന എന്തിനാ? ശരി, ഇയാൾക്ക് ഒരു 50 രൂപ കൊടുത്തുവിട്. അയ്യോ, അപ്പൊ കാശില്ലാതെയാണോ കാപ്പി കുടിക്കാൻ വിളിച്ചോണ്ട് വന്നേ? എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ കോളേജിൽ വേറെ ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. തനിക്ക് എന്താ അവരാരെങ്കിലും പ്രേമിച്ചാല് വെറുതെ എന്റെ പുറകെ നടക്കുന്ന എന്തിനാ? ആഹാ, ഞാൻ നിന്നെ മാത്രം പ്രേമിക്കുന്നു, മറ്റാരെയും പ്രേമിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ തന്നെ ചോദിക്കാം. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നില്ല. എന്താ നിങ്ങൾക്ക് കുറവുണ്ടോ? Are you mad? What is this nonsense? ഹലോ, ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ? സോറി. വട്ടായില്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ ആയിരിക്കുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, നിങ്ങളെ ആരെയും സ്നേഹിക്കുന്നില്ല. എന്റെ കാര്യം എന്താ? സോറി മോളെ, ഞാൻ എല്ലാവരോടും ചോദിച്ചു, ബട്ട് നോ റെസ്പോൺസ്. ഇനി നിന്റെ മനസ്സിനോട് ചോദിച്ചു നോക്ക്. നിനക്ക് ഉത്തരം കിട്ടിയാ ഇന്ന് രാത്രി ഞാൻ നിന്റെ സ്വപ്നത്തിൽ വരും. ഗീത, ഗീത, ഹായ്. അവനെത്തിരി ഓവർ സ്മാർട്ട് കളിക്കുന്നുണ്ട്. ഒന്ന് ഒതുക്കണം. Hi, Arya. അവന്റെ കളിയുറ കൂടുന്നുണ്ടല്ലേ? കോളേജ് മൊത്തം ഇപ്പൊ അവന്റെ കൂടെയാ. പെൺകുട്ടികളുടെ ഹീറോ ഇപ്പൊ അവനല്ലേ? ഇന്ന് അണ്ണന്റെ പെണ്ണിന്റെ സൈറ്റ് അടിച്ച്, നാളെ ചിലപ്പോ ഗീത. ആ ശരിയണ്ണ, നമുക്കത് പറയാൻ പറ്റില്ല. അവന്റെ ഡയലോഗിൽ ഏത് പെണ്ണും വീഴും. അവൻ നമ്മളോട് നേരിട്ട് മുട്ടുന്നില്ല, ഡെമോൺസ്ട്രേഷൻ കാണിച്ച് വരട്ടെയല്ലേ? അവൻ ഭയങ്കര സൈക്കോളജിക്കലായിട്ടാ കളിക്കുന്നത്. അണ്ണാ, അവനെ എത്രയും പെട്ടെന്ന് ഒതുക്കണം, ഇല്ലെങ്കിൽ കോളേജിൽ നമുക്ക് തലയുർത്തി നടക്കാൻ പറ്റില്ല.